ഹലോ. ഇന്നത്തെ വെതർ സംഭവം ഇന്നത്തെ എന്ന് പറയുമ്പം ഇന്നല്ല, മെയ് 30 ഒരു ഈവനിങ് ടൈമുള്ള വെതറാണ് കേട്ടോ ഇത്. സംഭവം ചെറുതായിട്ട് ലൈറ്റൊക്കെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ടൈം കണ്ടല്ലോ, 5 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡെസ്കിന് ഒന്നൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്തെടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം 1 വീക്ക് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്താ ഭയങ്കര മഴയും കറണ്ടും ഇല്ല, എന്നാൽ ലൈറ്റും ഇല്ല. അങ്ങനെ ആകെ മൂടൊക്കെ പോയിട്ട് എന്താ പറയുക, ഭയങ്കര മടിയൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ലൈറ്റ് വരട്ടെ അപ്പോൾ എടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു മെയ് 13 വൈകുന്നേരം പോയിട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓക്കെ ഇന്നെടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലൈറ്റൊക്കെ പോയി തുടങ്ങി. പിന്നെ ഞാൻ എന്താ റൂമിലുള്ള ഒരു ലൈറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സംഭവം ചെറിയ ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ വരും, എന്നാലും നിങ്ങളൊന്ന് ക്ഷമിച്ച് വിട്ടേക്കണം. അപ്പോൾ ഞാൻ ഈ ഡെസ്ക്കാണ് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ഇത് സംഭവം അത്യാവശ്യം വലിയൊരു ഡെസ്ക്കാണ്. ഇതിന് മേലെ ഞാനൊരു വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. നോട്ടി പോയിൻറ്റ്, ഈ ഡെസ്ക് എൻ്റെതല്ല, അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെതാണ്. ആളുടെ ഒരു ഇഷ്ടത്തിന് ആ വാൾപേപ്പറൊക്കെ ആളെടുത്തു. അത് ഭയങ്കര ഡെസ്കിൻ്റെ കോലയെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എന്താ ഇതിനെ ഹോളിൽ കൊണ്ടുവന്നിട്ടിട്ടപ്പോൾ ഇതിങ്ങനെ ഒരു ബ്ലാങ്കായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തായാലും ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്ന്. അങ്ങനെ ഈ ഡെസ്കിന് ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അപ്പോൾ കിട്ടിയ പൊടിയാണ് ഇത്. ഞാൻ ആദ്യം ഈ വൈറ്റ് ക്ലോത്ത് ക്ലീനൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ മീനിൽ വിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വിരിച്ചിരുന്നതിൽ എനിക്ക് നല്ല മുട്ടം പണി കിട്ടിയേനെ. എൻ്റെ മൂഡ് തന്നെ പോയേനെ. ആകെ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു വൈറ്റ് ക്ലോത്താണിത്. അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്തിട്ട് വിരിക്കാമെന്ന് വിചാരിച്ച് ക്ലീൻ ചെയ്തു. അതിപ്പോൾ നല്ലതായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് മെയ് 31 പോസ്റ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്യാനുള്ള മടി അത് ഭയങ്കര അങ്ങനെ കയറിയിട്ട് വന്ന് ജൂൺ 2 അങ്ങനെ ഈ ഡെസ്കിലേക്ക് വേണ്ട ഓരോരോ സാധനവും എൻ്റെ കയ്യിൽ മുമ്പുണ്ടായ സാധനവും പിന്നെ ഞാൻ എന്നെ ഹാൻഡ് മെയ്ഡാക്കിയിട്ട് ഉണ്ടാക്കിയ സാധനം വെച്ചിട്ടാണ് ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറയുമ്പം ഫുള്ളായിട്ട് മേക്ക് ഓവർ ചെയ്യുന്നില്ല, ഒരു കോർണർ മാത്രമാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഒരു വേസ് വെക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. സംഭവം ഭയങ്കര അഫോർഡബിളാണ്. അപ്പോൾ ലിങ്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്, അതായത് യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഐറ്റമാണ് ആ ഡസ്റ്റ്ബിന് സംഭവം പിങ്ക് കളറായിരുന്നു, പക്ഷേ എനിക്ക് എസ്തെറ്റിക് ആണല്ലോ, അങ്ങനെ ഞാൻ ബ്ലാക്കിലേക്ക് മാറ്റി. എങ്ങനെയുണ്ട്? അപ്പോൾ തേർഡ് ഐറ്റമാണ് ആ ലാമ്പ്. അത് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും അത് ഒന്ന് വാങ്ങുന്നു. ഭയങ്കര അഫോർഡബിളാണ്. മീഷോയിലൊക്കെ അഫോർഡബിളായിട്ട് ഉണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ലാമ്പിന് 3 ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജേർണൽ ചെയ്യാനും കോസി വൈബ് കിട്ടാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ബാക്കി കാണിച്ച എല്ലാ സാധനവും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ആ ബൾബിലുള്ള മഷ്റൂമും പിന്നെ ആ കണ്ടെയ്നർ ആയിട്ടുള്ളൊരു സാധനവും പിന്നെ ആ വാഷ് ടേപ്സും എല്ലാം ഇപ്പോൾ കാണിക്കുന്ന ഈ ക്ലേ കലണ്ടർ വരെ അതിനിടയ്ക്ക് ഈച്ച തന്നെ ശല്യം ചെയ്യുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ക്ലേ കലണ്ടർ
സംഭവം അടിപൊളിയാണ് കേട്ടോ, എന്തായാലും ട്രൈ ചെയ്യണം. ക്ലേ ബൈ ദ വേ ക്ലേക്ക് ചെറിയ റേറ്റിൽ മീഷോയിലൊക്കെ കിട്ടും. അപ്പോൾ അടുത്ത സാധനമാണ് ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ക്ലേ വെച്ച് ചെയ്തത്. അപ്പോൾ ഇതിന് വേറൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഏത് കളർ വേണമെന്നൊക്കെ. പിന്നെ അങ്ങോട്ട് ഞാൻ ഫുൾ പേപ്പർ ക്രാഫ്റ്റ് ചെയ്തതാണ്, അതായത് ഒറിഗാമി. പണ്ടൊക്കെ എനിക്ക് ഒറിഗാമി എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനം ഞാനിവിടെ കാണിക്കാം. പിന്നെ ഫസ്റ്റ് വെക്കണം എന്ന് വിചാരിച്ച ഈ സ്റ്റാൻഡ് ലാസ്റ്റായിപ്പോയി, എന്താ ചെയ്യാനാ, മറവി. അങ്ങനെ കുറച്ച് സ്റ്റാർസും ബോ ഒക്കെ വെച്ചു. പിന്നെ എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു, അതായത് സ്റ്റോൺസിൽ പെയിൻറ്റ് ചെയ്യുന്ന, അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. പിന്നെ ആ ബോ ഇല്ലേ, ആ ബോ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ വലിയ ബോ ആണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു ചെറുതൊന്ന് ചെയ്തിട്ട് വെക്കാമെന്ന്. അങ്ങനെ സംഭവം എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ ഡെസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്. ഇതിപ്പോൾ ഡെസ്ക് മൊത്തം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഒരു കോർണർ സംഭവം നമുക്ക് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ പോലെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസിനായി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് കുറേ പ്ലാൻസ് ഉണ്ട്, ഡെസ്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വീഡിയോ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനിയുള്ള വീഡിയോയും വാച്ച് ചെയ്യുക.